നമസ്കാരം. കേരളത്തിൽ തികച്ചും വിചിത്രവും അരാഷ്ട്രീയവുമായ ചില നീക്കങ്ങളാണ് സോഷ്യൽ മീഡിയയുടെ മറവിൽ നടക്കുന്നത്. കുറച്ചു കാലമായി സൈബർ ലോകത്തെ ചില ട്രോൾ ഗ്രൂപ്പുകളിലും നിഗൂഢമായ ചർച്ചകളിലും മാത്രം കേട്ടിരുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിപ്പോൾ കൊച്ചിയുടെ മണ്ണിലേക്ക് നേരിട്ടുള്ള ഒരു ഒത്തുചേരലിനായി തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്ന് വൈകിട്ട് കൃത്യം 3 മണിക്ക് കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ച് ഈ വിചിത്ര കൂട്ടായ്മയുടെ സൗഹൃദ സംഗമം നടക്കുമെന്നാണ് ഇവരുടെ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി പ്രചരിക്കുന്ന സന്ദേശങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ നയമോ ജനക്ഷേമ താൽപ്പര്യമോ ഇല്ലാത്ത ഇത്തരം പേപ്പർ സംഘടനകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വിനാശകരമായ അജണ്ടകൾ എന്താണെന്ന് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം എന്നത് ലോകത്തിന് തന്നെ മാതൃകയായ ഒന്നാണ്. ഇവിടെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തിരഞ്ഞെടുക്കുന്നതും കൃത്യമായ ഭരണഘടനയുടെയും വികസന കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ യുവാക്കളെ വഴിതെറ്റിക്കാൻ പോകുന്ന ഇത്തരം അരാഷ്ട്രീയ കൂട്ടായ്മകൾ പെട്ടെന്ന് ഉയർന്നു വരുന്നത് വെറും ഒരു കൗതുകമായി തള്ളിക്കളയാൻ സാധിക്കില്ല. CJP, കോക്രോച്ച് ജനതാ പാർട്ടി, സൗത്ത് ഇന്ത്യ കൊച്ചി മീറ്റപ്പ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഡിജിറ്റൽ പോസ്റ്റുകൾ കാണുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധികേന്ദ്രങ്ങൾ ആരാണെന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് രാജ്യസ്നേഹവും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് BJP ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടുമ്പോൾ, മറുവശത്ത് യാതൊരുവിധ ലക്ഷ്യവുമില്ലാത്ത കേവലം പേരിൽ മാത്രം വിചിത്രത നിലനിർത്തുന്ന ഇത്തരം സംഘങ്ങൾ യുവാക്കളുടെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത്. മുൻകൂട്ടി യാതൊരുവിധ ഔദ്യോഗിക അനുമതിയും വാങ്ങാതെ പൊതുജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കൊച്ചി മറൈൻ ഡ്രൈവ് പോലെ തിരക്കേറിയ ഒരു കേന്ദ്രത്തിൽ ഒത്തുചേരൽ പ്രഖ്യാപിച്ചതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. ഈ വിവാദ കൂട്ടായ്മയുടെ പോസ്റ്ററുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ ചെന്നെത്തുന്നത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പിലേക്കാണ്. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ പരസ്യമായ നയങ്ങളും ഓഫീസുകളുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കോക്രോച്ച് സംഘം ടെലഗ്രാം പോലുള്ള വികേന്ദ്രീകൃത ആപ്പുകളുടെ മറവിൽ ഒളിച്ചിരിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രൊഫൈലുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നവർ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകാനിടയുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ വലുതായിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പോലും അറിയാതെ പാർട്ടിയെ രജിസ്റ്റർ ചെയ്യുമെന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തി ആളുകളെ കൂട്ടുന്ന ഇവരുടെ ഉദ്ദേശത്തിന്റെ പിന്നിലെന്താവും? നാടിന്റെ നന്മയെന്ന പൊള്ളയായ മുദ്രാവാക്യം നൽകി കൃത്യമായ ഒരു ആശയവും മുന്നോട്ട് വയ്ക്കാനില്ലാത്തതിനാൽ സാമൂഹിക പ്രവർത്തനം എന്ന പൊതുവായ വാക്കുപയോഗിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഈ CJP ചെയ്യുന്നത്. ദേശീയതയിലും അച്ചടക്കത്തിലും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഭാരതത്തിൽ നിലനിൽക്കുമ്പോൾ ഇത്തരം വിചിത്ര നാമധാരികൾ എന്തിനാണ് ഇവിടെ വേരൂന്നാൻ ശ്രമിക്കുന്നത്? ഉത്തരം ലളിതമാണ്. ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കേരളത്തിലെ യുവാക്കളിൽ വളർന്നു വരുന്ന പോസിറ്റീവ് രാഷ്ട്രീയ ചിന്തകളെയും വികസന ആഭിമുഖ്യത്തെയും തകർക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. BJP ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയത് കൃത്യമായ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുമെന്ന ഉറപ്പുള്ള പ്രത്യയശാസ്ത്രം ഉള്ളതുകൊണ്ടുമാണ്. ഓരോ പ്രവർത്തകനും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാകുമ്പോൾ ഇത്തരം കോക്രോച്ച് കൂട്ടായ്മകൾ കേവലം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലെ സൈബർ ലൈക്കുകൾക്കും ഹൈപ്പിനും വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത്. ഇത്തരം വിചിത്ര ഗ്രൂപ്പുകൾക്ക് ഒരിക്കലും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ ഇടപെടാനോ അതിന് ശാശ്വത പരിഹാരം കാണാനോ സാധിക്കില്ല. സോഷ്യൽ മീഡിയയിലെ ട്രോളുകളിൽ ജീവിക്കുന്ന ഇവർക്ക് യഥാർത്ഥ രാഷ്ട്രീയത്തിന്റെ ആഴമോ വ്യാപ്തിയോ മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇന്ന് 3 മണിക്ക് ഇവരുടെ പ്രവർത്തകർ നേരിട്ടെത്തിയാൽ പോലും അത് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് യാതൊരുവിധ ചലനവും ഉണ്ടാക്കാൻ പോകുന്നുമില്ല. വെറുമൊരു പ്രശസ്തിക്ക് വേണ്ടിയുള്ള സൈബർ PR സ്റ്റണ്ട് മാത്രമായി ഇതൊതുങ്ങും. തികച്ചും സാങ്കല്പികവും അരാജകത്വ സ്വഭാവമുള്ളതുമായ ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വിനാശകരമായ ശക്തികളെക്കുറിച്ചും കൊച്ചി സിറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇത്തരം അജ്ഞാത കൂട്ടായ്മകൾ വഴി ക്രമസമാധാന തകർച്ചയോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് പോലീസ് ഇന്റലിജൻസ് വിഭാഗം അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നുമുണ്ട്. ദേശീയ താൽപര്യങ്ങൾക്കും ഭാരതത്തിന്റെ സംസ്കാരത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതൊരു നീക്കത്തെയും ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ചെറുക്കണം. കൊച്ചിയിലെ മണ്ണിൽ അരാഷ്ട്രീയതയുടെ വിത്തുകൾ പാകാൻ ശ്രമിക്കുന്ന ഇത്തരം സൈബർ കുമിളകളെ അവഗണിക്കുകയാണ് പൊതുസമൂഹം ചെയ്യേണ്ടത്. ശക്തമായ വികസന രാഷ്ട്രീയം മാത്രമാണ് നാടിന് ആവശ്യമെന്ന തിരിച്ചറിവ് യുവതലമുറയ്ക്ക് ഉണ്ടാകണം. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും ദേശീയ അഖണ്ഡതയും തകർക്കാൻ ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര തലങ്ങളിലും ആഭ്യന്തര തലത്തിലും നടക്കുന്ന അരാഷ്ട്രീയ അരാജകത്വ കപട നീക്കങ്ങളുടെ ഏറ്റവും പുതിയ പതിപ്പാണ് കേരളത്തിൽ കോക്രോച്ച് എന്ന പേരിൽ തലപൊക്കാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ
തിരിച്ചറിയേണ്ടതുണ്ട്. കാൽ നൂറ്റാണ്ടിലേറെയായി രാജ്യത്തിന്റെ വികസന മുന്നേറ്റങ്ങളെയും സനാതന മൂല്യങ്ങളെയും നയിക്കുന്ന BJP എന്ന മഹാപ്രസ്ഥാനം ഓരോ പൗരനിലും കൃത്യമായ രാഷ്ട്രബോധവും അച്ചടക്കവും വളർത്തിയെടുക്കാൻ താഴെത്തട്ട് മുതൽ അഹോരാത്രം പ്രയത്നിക്കുമ്പോഴാണ് യാതൊരുവിധ ലക്ഷ്യവുമില്ലാതെ ഇത്തരം സൈബർ കീടങ്ങൾ യുവാക്കളെ വഴിതെറ്റിക്കാനായി കൊച്ചി മറൈൻ ഡ്രൈവ് പോലുള്ള പൊതുവിടങ്ങളിലേക്ക് വിഷലിപ്തമായ അജണ്ടകളുമായി കടന്നുവരുന്നത്. പൗരത്വ ഭേദഗതി നിയമം, കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ, രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങിയ നിർണായകവും ചരിത്രപരവുമായ തീരുമാനങ്ങളുടെ രാജ്യം അഖണ്ഡതയിലേക്ക് കുതിക്കുമ്പോൾ അത്തരം ദേശീയ വികാരങ്ങളിൽ നിന്നും യുവാക്കളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇത്തരം നിഗൂഢ ഗ്രൂപ്പുകൾ ബോധപൂർവം ശ്രമിക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി വിഘടനവാദ ശക്തികൾക്ക് കുടപിടിക്കുന്ന കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ താപ്പാനകൾ ഇത്തരം അപകടകരമായ പ്രവണതകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത് അത്യന്തം അപലപനീയമാണ്. കാരണം വ്യക്തമായ നേതൃത്വമോ കേന്ദ്രീകൃതമായ നയങ്ങളോ ഇല്ലാത്ത ഇത്തരം അരാജകത്വ ഗ്രൂപ്പുകൾ നാളെ സമൂഹത്തിൽ വലിയ തോതിലുള്ള ക്രമസമാധാന തകർച്ചയ്ക്കും ആഭ്യന്തര സുരക്ഷാ ഭീഷണിക്കും കാരണമാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്കും താൽക്കാലിക ഹൈപ്പുകൾക്കും വേണ്ടി സ്വന്തം സംസ്കാരത്തെയും രാഷ്ട്രീയ പക്വതയും പണയം വെക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്ന വിദേശ ശക്തികളുടെ ടൂൾ കിറ്റ് അജണ്ടയുടെ ഭാഗമാണോ ഇതെന്ന് കൊച്ചി സിറ്റി പോലീസും കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയും അതീവ ഗൗരവത്തോടെ അന്വേഷിക്കേണ്ടതുണ്ട്. കേവലം ട്രോളുകളിലൂടെയും ഡിജിറ്റൽ പരിഹാസങ്ങളിലൂടെയും ജനശ്രദ്ധയാകർഷിച്ച് പിന്നീട് അതിനെ വ്യവസ്ഥാപിത വിരുദ്ധ വികാരമാക്കി മാറ്റി രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കുക എന്ന പാശ്ചാത്യ അരാജകത്വ മാതൃകയാണ് ഇവിടെയും പരീക്ഷിക്കപ്പെടുന്നതെന്ന് വ്യക്തമാണ്. ശക്തമായ സംഘടനാ സംവിധാനവും വിട്ടുവീഴ്ചയില്ലാത്ത പ്രത്യയശാസ്ത്രവുമുള്ള BJPയുടെ രാഷ്ട്രീയ കരുത്തിനു മുന്നിൽ ജനം അണിനിരക്കുന്നത് തടയാൻ ഞങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറമുള്ളവരാണെന്ന കപട മുഖംമൂടിയും അണിഞ്ഞ് ഇവർ നടത്തുന്ന ഈ ടെലഗ്രാം ഒത്തുകളി തികച്ചും സംശയാസ്പദമാണ്. രാഷ്ട്രീയത്തെ ഒരു തമാശയായും വിനോദമായും ചിത്രീകരിക്കുന്നതിലൂടെ വരും തലമുറയുടെ രാഷ്ട്രീയ ബോധത്തെ വന്ധ്യംകരിക്കാനും അതുവഴി രാജ്യവിരുദ്ധ ശക്തികൾക്ക് വിടുവേല ചെയ്യാനുമുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഒരുങ്ങുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങളും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മഹത്തായ സന്ദേശവും ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ സൈബർ ലോകത്ത് പുകമറ സൃഷ്ടിക്കുന്ന ഇത്തരം ഗ്രൂപ്പുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും കൃത്യമായ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. ഡിജിറ്റൽ യുഗത്തിന്റെ മറവിൽ രൂപപ്പെടുന്ന ഇത്തരം അജ്ഞാത കൂട്ടായ്മകൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട അരാജകത്വ മാതൃകകളുടെ അനുകരണമാണെന്നത് വ്യക്തമാണ്. ഒരു ഔദ്യോഗിക വിലാസമോ ഉത്തരവാദിത്തമുള്ള ഭാരവാഹികളോ ഇല്ലാതെ വെറും ഒരു ടെലഗ്രാം ലിങ്കിന്റെ മാത്രം ബലത്തിൽ കൊച്ചി പോലൊരു മെട്രോ നഗരത്തിൽ ഒത്തുചേരാൻ പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. സുതാര്യമായ ജനസമ്പർക്ക പരിപാടികളിലൂടെയും ജനക്ഷേമ പദ്ധതികളിലൂടെയും BJP ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇത്തരം നിഗൂഢ സംഘങ്ങൾ രഹസ്യ അജണ്ടകളുമായി ഇരുളിന്റെ മറവിലായി കരുക്കൾ നീക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊച്ചി മറൈൻ ഡ്രൈവിലെ ഈ താൽക്കാലിക ബഹളങ്ങൾക്കപ്പുറം ഇതിന്റെ യഥാർത്ഥ പ്രേരക ശക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന്റെ കർശനമായ ഇടപെടൽ അനിവാര്യമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കോക്രോച്ച് പരീക്ഷണങ്ങൾ കൊച്ചി മറൈൻ ഡ്രൈവിന്റെ കായൽക്കാറ്റിൽ വെറുമൊരു കരിയില പോലെ പറന്നു പോകുമെന്ന് വിശ്വസിക്കാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.